ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc മാത്തമാറ്റിക്സുകാരുടെ കോർ പേപ്പറായിട്ടുള്ള MTS 4B04 ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ ഇത് ഏപ്രിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് 3 പാർട്ട്, അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആയിട്ടാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ആദ്യത്തെ സെക്ഷൻ എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 മാർക്ക് വീതമാണ് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സെക്ഷനിൽ 8 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടുണ്ട്. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യേണ്ടത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൽ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അടുത്തതിൽ സെക്ഷൻ സിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് 2 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മാർക്ക് വരുന്നത് 10 മാർക്ക് വീതമാണ്. പിന്നെ ഇതിനകത്ത് ഒരു MCQ വരുന്നുണ്ട്. അപ്പോൾ ഈ MCQ വരുന്നത് SD-കാർക്കാണ്. അപ്പോൾ അതിന് വരുന്നത് 20 മാർക്കാണ്. നമുക്കിതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്കൊന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇത് ഏപ്രിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു കോഡ്, അതായത് MTS 4B04 എന്ന് പറയുന്ന ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളൊന്ന് നോക്കാം. ഷോ ദാറ്റ് ദ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 4x - 2y = 1, 16x - 8y = 4 ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ലീനിയർ സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 4x - 2y = 1, അതുപോലെ തന്നെ 16x - 8y = 4. ഇതിന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഒക്കെ ആക്കാം. അപ്പോൾ അതല്ല, അതിന് എന്താണ് നമുക്കെന്താണ് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്താണ്, ഈ ഒരു ഇതിനെ ഇക്വേഷൻ 1 എന്ന്, ഇതിനെ 2 എന്നും പേര് കൊടുക്കുക. നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ്, ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ എന്താണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 4x - 2y = 1 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ഈ 2 ഇക്വേഷനും സെയിം ആണ്. സോ നമുക്ക് എന്താണ്, ഇവിടെ ആകെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അതായത് 2 അൺനോൺ വരുന്നുണ്ട്, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ n എന്ന് പറയുന്ന അൺനോണിൻ്റെ നമ്പർ 2 ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആകെ ഇക്വേഷൻ വന്നിട്ടുള്ളത് എത്രയാണ്, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഒറ്റ ഇക്വേഷനൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ 4x - 2y = 1 ഈ ഒരൊറ്റ ഇക്വേഷനെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ എക്സും വൈയും തമ്മിലുള്ള ഒരൊറ്റ റിലേഷനെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എഴുതാം, ഈ 2y ഇങ്ങോട്ട് എടുക്കാം, 1 ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, 2y = 4x - 1. നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, y = 2x - 1/2 എന്ന് എഴുതാം. വൈകളുടെ mx + എന്നുള്ള ഫോമിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, എക്സിന് നമുക്ക് എങ്ങനെ ഏതൊക്കെ വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എന്താണ്, അതിനനുസരിച്ച് എന്താണ് വൈയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും എന്താണ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് എന്ത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് സോൾവ് ചെയ്ത് കിടക്കുന്നത്. സോ നമുക്ക് എന്താണ് എക്സാമിന് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. സോ അതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് വേണം. അതായത് 2 ഇക്വേഷൻസ് പറയുമ്പോൾ എന്താണ്, സൈമൾട്ടേനിയസ്ലി ആ ഒരു 2 ഇക്വേഷൻ എന്താണ്, നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് മാട്രിക്സിനെ എന്താണ് സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഇക്വേഷൻസ് ആവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്, നമുക്ക് 2 ഇക്വേഷൻസ് ഇല്ല, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. നമുക്ക് എന്താണ്, സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സോ എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് എനി 2 ഫാക്ട്സ് അബൌട്ട് റോ എക്കലോൺ ഫോംസ് ആൻഡ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോംസ്.
എന്താണ് ഇവിടെ റോ എക്കലോൺ ഫോമിൻ്റെയും റോ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൻ്റെയും 2 ഫാക്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്താണ് എക്സ്പ്രസ് ദ ലീനിയർ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. അതിനെങ്ങനെയാണ് x=b എന്നുള്ള ഫോമിൽ എന്താണ് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആകെ 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 4 മൊഡ്യൂളാണ് വരുന്നത്. 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അത് 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻ കണ്ടു. ഇനി അടുത്ത സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് സി സെക്ഷനിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒറ്റ ക്വസ്റ്റ്യനേ സി സെക്ഷനിലുള്ളൂ. സോ നമുക്ക് ആ ഒരു 2 ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റോ എക്കലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഗോസ് എലിമിനേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുമ്പോൾ ഗോസ് ജോർദാൻ എലിമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ എന്താണ്, ഇപ്പോൾ റോ എക്കലോൺ ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു മാട്രിക്സ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. എന്തായിരിക്കും കോഎഫിഷ്യൻ മാട്രിക്സ് എങ്ങനെയായിരിക്കും, ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഗെറ്റ് ദി സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ബൈ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലാണ് നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് റിമൈനിങ് കോളം എലമെൻറ്റ്സ് ഇൻ ദി അതർ ദാൻ ദി ലീഡിങ് എലമെൻ്റ് ആർ ഓൾ സീറോസ്. എന്തായിരിക്കും ലീഡിങ് എലമെൻ്റ് അല്ലാത്ത എന്താണ് ആ ഒരു കോളത്തിലെ റിമൈനിങ് എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, എല്ലാ എലമെൻറ്റ്സും അല്ല, എന്താണ് താഴെയുള്ള എലമെൻറ്റ്സൊക്കെ 0 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ എന്താണ് റാങ്ക് ഓഫ് എ മാട്രിക്സ്, എന്താണ് ഈ ഒരു മാട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പർ ഓഫ് നോൺ സീറോ റോകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 2 ഫാക്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റാങ്കിൻ്റെ കേസ് എഴുതാം, അതുപോലെ തന്നെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. അടുത്തത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നമുക്ക് എന്താണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റാങ്ക് ഓഫ് ദി മാട്രിക്സ് എന്തായിരിക്കും, നമ്പർ ഓഫ് എന്താണ് നോൺ സീറോ റോസ് തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ റിമൈനിങ് റോ ഓർ കോളം എലമെൻറ്റ്സ്, എന്താണ് റോയിലുള്ള എലമെൻറ്റ്സ് അതുപോലെ തന്നെ കോളത്തിലുള്ള എലമെൻറ്റ്സ് എങ്ങനെ റിമൈനിങ് എലമെൻറ്റ്സ് അതർ ദാൻ ലീഡിങ് എലമെൻറ്റ് ഓർ പൈവോട്ട് എലമെൻറ്റ് അല്ലാത്ത ബാക്കി എല്ലാ എലമെൻറ്റ്സും എങ്ങനെയായിരിക്കും 0 ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ വരുന്ന മാട്രിക്സ് എന്തായിരിക്കും, ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ അതൊരു ഡയഗണൽ മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാലും എഴുതാം. ഇനി അടുത്ത ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, അതായത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ x=b ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് x=b എന്നുള്ള ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്, 4x1 + 3x3 + x4 = 1. അതുപോലെ തന്നെ എന്താണ് 5x1 + x2 - 8x4 = 3. അടുത്തത് എന്താണ് 2x1 - 5x2 + 9x3 - x4 = 0. അടുത്തത് എന്താണ് 3x2 - x3 + 7x4 = 2. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് വരുന്നത് 4 എണ്ണമാണ്, അതായത് x4 വരെ നമുക്ക് വേരിയബിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് 4 ഇക്വേഷൻസ് വരുന്നുണ്ട്.
അപ്പോൾ ഇതിനെ ജസ്റ്റ് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഇപ്പോൾ ഇതിലെ മാട്രിക്സ്, അതായത് നമുക്ക് എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ മാട്രിക്സ് ആണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സൊല്യൂഷൻ വെക്ടർ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് മാട്രിക്സ് ആണ്. അതിനെ നമുക്ക് എന്താണ് ഫസ്റ്റ് 4 0 -3 1, അടുത്തെന്താണ് 5 1 0 -8, അടുത്തെന്താണ് 2 -5 9 -1, അടുത്തെന്താ 0 3 -1 7 into x1 x2 x3 x4 is equal to 1 3 0 2. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യനാണ്. സപ്പോസ് ദി ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഫോർ എ linear system has been reduced to row echelon form as സോൾവ് ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ് ഒരു മാട്രിക്സ്, ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ്, ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എന്താണ് റോ എക്കലോൺ ഫോം, അതായത് ഗോസ് എലിമിനേഷൻ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് ആ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഫേസ് ആൻ ഇൻവേർട്ടിബിൾ മാട്രിക്സ് ദെൻ ഷോ ദാറ്റ് എ ട്രാൻസ്പോസ് ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ. എന്താണ് എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിൾ ആണെന്നും അതുപോലെ തന്നെ എന്താണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്ത് തന്നിട്ടുള്ള നമ്മുടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എ ബി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, ഒരു എ ബി ഈസ് ഈക്വൽ ടു 1 0 8 -5 6, അടുത്തത് 0 1 4 -9 3, അടുത്തത് 0 0 1 1 2. ഇതാണ് നമ്മുടെ എ ബി തന്നിട്ടുള്ളത്. നമുക്കതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതെന്താണ് ഇതിനകത്ത് ബി എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന കോഎഫിഷ്യൻ മാട്രിക്സ്. ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 നമുക്കെന്താണ് 4 വേരിയബിൾസ് വരുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് അൺനോൺ എന്ന് പറയുന്നത് number of unknowns is equal to 4 and 1 2 3. നമുക്കെന്താണ് 3 ഇക്വേഷനെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കെന്താണ് ഇതിൻ്റെ റാങ്ക് റോ ഓഫ് എ ഈസ് ഈക്വൽ ടു റോ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എത്രയാണ് 3 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് റാങ്ക് എയുടെ എ ബിയുടെയും റാങ്ക് ഈക്വൽ ആണ്, ലെസ് ദാൻ എന്താണ് n ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ സിസ്റ്റം എന്താണ് ഇവിടെ എന്താണ് നമുക്ക് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണ്. സോ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ റാങ്ക് ലെസ് ദാൻ എന്താണ് n ആണ്. സോ അതായത് റാങ്ക് നമ്പർ ഓഫ് നോൺ സീറോ റോ എന്താണ് വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺ ആണ്. സോ എന്തായിരിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. സോ വി ക്യാൻ ചൂസ് n-r നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ആൻഡ് അസൈൻ ആർബിട്രറി വാല്യൂസ്. സോ ദ സൊല്യൂഷൻ ഹാസ് ഇൻഫിനിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ n-r, ദാറ്റ് ഈസ് n-r എന്ന് പറയുമ്പോൾ എന്താണ് 4 - 3, അതാണ് നമുക്കെന്താണ് ഒരൊറ്റ ഫ്രീ വേരിയബിൾ ചൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മാട്രിക്സിനെ x = b എന്നുള്ള ഫോമിലൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സ് എന്ത് വരും 1 0 1 0 8 -5 into x1 x2 x3 x4. 4 അൺനോൺ ആണുള്ളത്, +6. അടുത്ത എന്താണ് സെക്കൻഡ് റോ വരുന്നത് 0 0 1 4
സോറി 0 1 4 മൈനസ് 9 അടുത്ത് 0 0 1 1 ഇവിടെ എന്ത് വരും 3 and 2 നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം x3 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ x3 ഈസ് ഈക്വൽ, അതായത് നമുക്ക് x4ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ, അതായത് ഏതെങ്കിലും ഒരു അൺനോണിന് നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ വേരിയബിൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ x4 ഈസ് ഈക്വൽ ടു L എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം x3, അതായത് x3 ഈസ് ഈക്വൽ ടു 2 മൈനസ് L എന്ന് എഴുതാം. അപ്പോൾ x4 ഈക്വൽ ടു L എന്ന് നമുക്ക് ഞാൻ ചൂസ് ചെയ്തു. ഞാൻ x3 നമുക്ക് എങ്ങനെ എഴുതാം 2 മൈനസ് L എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാച്ച് കളിയാണ്. x2 മൈനസ് 4x3 മൈനസിൽ പ്ലസ് 4x3 മൈനസ് 9x4 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതിനകത്ത് എന്താണ് നമുക്ക് x3 നമുക്ക് ഓൾറെഡി കിട്ടി, അതുപോലെ x4 നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ് x4 എന്താണ് L ആണ്. അതുപോലെ തന്നെ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് L എന്നാണ്, 2 മൈനസ് L ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 8 മൈനസ് 4L എന്ന് എഴുതാം. 8 മൈനസ് 4L എന്ത് വരും, ഇത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ എന്ത് വരും, നമുക്ക് 13 എന്ന് വരും. ഇവിടെ മൈനസ് 13L, അതുപോലെ ഇവിടെ എന്ത് വരും, ഇവിടെ 8 എന്ന് വരും. 8 ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും 5 എന്ന് വരും. അപ്പോൾ നമുക്ക് 5 മൈനസ് 13L എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് x2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, x2 ഈസ് ഈക്വൽ ടു 13L മൈനസ് 5 എന്ന് എഴുതാം. അടുത്ത ഇനി എന്താണ് x1 ആണുള്ളത്. x1 എന്ന് വരും. ഇപ്പോൾ x1 ഇനി x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ x3 8x3 മൈനസ് 5 ഈസ് ഈക്വൽ ടു 6. ഇവിടെ എന്താണ് 5x4 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും 5L എന്ന് കൊടുക്കാം നമുക്ക്. അതായത് x4ൻ്റെ വാല്യൂ ആണ്, അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള L എന്നാണ്. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. x3ക്ക് നമുക്ക് ഇങ്ങനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 മൈനസ് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും 16 മൈനസ് 8L എന്ന് വരും. ഇത് കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് 13 എന്ന് വരും. മൈനസ് 13L എന്ന് വരും. ഇത് അങ്ങോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു 16 ആണ് കിടക്കുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈനസ് 10 എന്ന് വരും. മൈനസ് 10 അല്ല, ഇവിടെ 10 എന്ന് വരും. ഇത് ആ സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും 13 മൈനസ്, അതായത് x1 ഈക്വൽ ടു 13L മൈനസ് 10 എന്ന് വരും. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് A ഇൻവെർട്ടിബിൾ ആണെങ്കിൽ A ട്രാൻസ്പോസ് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഗിവൺ A ഈസ് ഇൻവേർട്ടിബിൾ, A ഇൻവേർട്ടിബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്താണ് നമുക്ക് A ഇൻറ്റു A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു A ഈസ് ഈക്വൽ ടു I എന്ന് ചൂസ് ചെയ്യാം, I എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, A ട്രാൻസ്പോസ് എന്താണ് A സിമെട്രിക് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ് എ ബി എ സിമെട്രിക് മാട്രിക്സ്. എ എന്താണ് സിമെട്രിക് ആണ്. ദെൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. എന്ത് ചെയ്യാം, എക്ക് പകരം നമുക്ക് എ ട്രാൻസ്പോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു I എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ എ നമുക്ക് എ ട്രാൻസ്പോസ് ആണ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ അസ്യൂം ചെയ്ത് എ സിമെട്രിക് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിനകത്ത് ഇവരുടെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ട്രാൻസ്പോസ് അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു I ആൻഡ് വിച്ച് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ്. നമുക്ക് ഈ ഒരു സൈഡ് എങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് മാച്ച് കളയാണ്. നമുക്കിവിടെ ഈ എ ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻവേഴ്സ് ഇൻ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു I. ഐയുടെ ട്രാൻസ്പോസ് എന്ത് വരും, I എന്ന് തന്നെ വരും. ദെൻ ഇവിടെ നമുക്ക് എന്തെന്ന് വരും,
ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ആണ് എടുക്കുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ഇതെന്താ, ഇത് ഐ ട്രാൻസ്പോസ് ഐ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇപ്പോൾ എയുടെ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എന്തായിരിക്കും, ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ആൻഡ് ഇപ്പോൾ ഈ ഒരു പ്രൂഫിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഷോ ദാറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലന്റ് ഫോർ എൻ സ്ക്വയർ മാട്രിക്സ് എ. ഇതെന്താണ് ഒരു എന്ന് പറയുന്ന എൻ സ്ക്വയർ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതെന്താണ് ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഈസ് ഇൻവേർട്ടിബിൾ, എ എക്സ് ഈക്വൽ ടു 0 ഹാസ് ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ, ദ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് എ ഈസ് ഐ എൻ, എ ഈസ് എക്സ്പ്രസിബിൾ ആസ് പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ്. എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് പ്രൂവ് ചെയ്യാം. സിമ്പിളാണ്. അപ്പോൾ നമുക്കെന്താണ്, എ ഈസ് എൻ സ്ക്വയർ മാട്രിക്സ്, ദെൻ എ ഈസ് ഇൻവേർട്ടിബിൾ മാട്രിക്സ്. എന്താണ്, എ ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, എ ഒരു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജിനസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇഫ് എ ഈസ് ഇൻവേർട്ടിബിൾ മാട്രിക്സ് ദെൻ എ എക്സ് ഈക്വൽ ടു 0 ഹാസ് ഓൺലി എ ട്രിവിയൽ സൊല്യൂഷൻ. എന്താണ്, ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അടുത്തത് എന്താണ്, ഇനി എന്താണ്, ഒരു ഹോമോജിനസ് സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് ഐ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. നമ്മളിവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ല, നമ്മളെന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഐ എൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത എന്താണ്, ഇവിടെ എന്താ വരുന്നത്, എന്താണ്, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് എ എന്തായിരിക്കും, ഈസ് ഐ എൻ ആയിരിക്കും. അതെന്താണ്, എ ഈസ് എക്സ്പ്രസിബിൾ ആസ് എ പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ്. എന്താണ്, എന്ന് പറയുന്ന മാട്രിസസിനെ എലമെൻ്ററി മാട്രിസസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അതായത് എ നമുക്ക് ഐ എൻ ആവണമല്ലോ. അപ്പോൾ ഐ എൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും എലമെൻ്ററി ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ എലമെൻ്ററി മാട്രിസസിൻ്റെ പ്രോഡക്റ്റാണ് എ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. നമുക്കെന്താണ്, നമുക്കൊരു മാട്രിക്സ് എ തന്നിട്ടുണ്ട്, എന്താണ് ഇൻവേർട്ടിബിൾ. അപ്പോൾ ഗിവൺ ദാറ്റ് ദ മാട്രിക്സ് എ ഈസ് എ എന്താണ്, എൻ സ്ക്വയർ മാട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ, ദെൻ വി ക്യാൻ റൈറ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐ. Then for a homogeneous system x equal to 0 has x naught as a solution. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, എക്സ് നോട്ട് എന്താണ് സൊല്യൂഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജനസ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ എ ഇൻറ്റു എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എന്താണ്, എ ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, ഐ എക്സ്, ഇവിടെ എന്ത് വരും, ഐ ഇൻറ്റു എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് എന്താണ്, ഐ ഒരിക്കലും 0 ആവില്ല. സോ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ദെൻ വി ക്യാൻ സേ ദാറ്റ് the only solution of the given homogeneous system is a trivial solution, or we has only a trivial solution for the given homogeneous system. അടുത്ത എന്താണ്, ബി ഇംപ്ലൈസ് സി. ബി ഇംപ്ലൈസ് സി ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, given a homogeneous system x equal to 0 has only a trivial solution. നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് ഈക്വൽ ടു 0നെ നമുക്ക് ഒരു സിസ്റ്റമായിട്ട് എഴുതാം, അതായത് ഒരു ലീനിയർ സിസ്റ്റം ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, a11x1 a1n xn is equal to 0 etc. am1 x1 plus etc.
amn xn is equal to 0. If we solve by ഗോസ്-ജോർദാൻ എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഒരു ഡയഗണൽ മാട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ബാക്കി എല്ലാ എലമെൻസും നമുക്ക് 0 ആയിരിക്കും. സോ നമുക്ക് എന്താണ് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി എല്ലാ എലമെൻസും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്താൽ മതി. ബാക്കി എന്താണ് എല്ലാ എലമെൻസും 0 ആയിരിക്കും. എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഡയഗണൽ എലമെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങനെ ഒന്ന് എഴുതാം. നമുക്ക് എന്താണ് ഐഡൻറ്റിറ്റി എലമെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് A11 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, x1 is equal to 0 then xn is equal to 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കറിയാം എന്ത് നമ്മളെടുത്തിട്ടുള്ള എന്താണ് നമ്മുടെ സൊല്യൂഷൻ എന്താണ് 0 എന്നാണ്. അതായത് ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ്. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം 1 1 1 1 എക്സെട്ര ഇൻറ്റു x1 അപ് ടു xn ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആണ്. സോ നമുക്ക് എന്താണ് നമ്മുടെ എന്ന് പറയുന്ന മാട്രിക്സ് എന്തായിട്ടുണ്ട്, IN എന്നായിട്ടുണ്ട്. ഇതെപ്പോഴാണ് ഗോസ്-ജോർദാൻ എലിമിനേഷൻ. അതല്ലെങ്കിൽ എന്താണ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം വഴിയാണെന്ത് നമുക്ക് A എന്ന് പറയുന്നത് IN ആയി മാറുന്നത്. ഇനി അടുത്ത എന്താണ് C ഇംപ്ലൈസ് D ഒന്ന് ചെയ്ത് നോക്കാം. എന്ത് വരും, നമുക്കെന്താണ് assume that A can be reduced into IN by rho reduced echelon form. അപ്പോൾ എന്താണ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് A IN ആയി മാറും. നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്കറിയാം എന്താണ് I എന്ന് പറയുന്ന ഒരു മാട്രിക്സിനെ നമുക്ക് എന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി E1 എന്ന് പറയുന്ന ഒരു മാട്രിക്സ് ആക്കാൻ സാധിക്കും. ദെൻ നമുക്ക് എന്താണ് ഈ സെയിം ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുക, A എന്നുള്ള മാട്രിക്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സെയിം ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ E1 കൊണ്ട് എന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, IN is equal to നമുക്ക് എങ്ങനെ എഴുതാം, A ഇൻറ്റു എന്താണ് നമുക്ക് ഒരു സീക്വൻസ് ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ, അതായത് ഈ K അപ് ടു E1 നമ്പർ ഓഫ് മാട്രിക്സ് ഉണ്ട്, അതായത് എലമെൻ്ററി മാട്രിക്സ് ഉണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് എന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, IN കിട്ടുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്, A can be expressed as പ്രോഡക്റ്റ് ഓഫ് എലമെൻ്ററി മാട്രിസസ് എന്നാണ്. നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഇവരുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വേണം, റിവേഴ്സ് ഓർഡറിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ കഴിയാം, ഈ ഇൻവേഴ്സ് അതായത് E1 ഇൻവേഴ്സ് E2 ഇൻവേഴ്സ് എക്സിട്ര അപ് ടു EK ഇൻവേഴ്സ് ഇൻറ്റു EK എക്സിട്ര E2 ഇൻറ്റു E1A ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, തൽക്കാലം ഈ ഒരു സൈഡ് മായ്ച്ച് കളയാണ്. ഈക്വൽ ടു നമുക്ക് IN ഇൻറ്റു E1 ഇൻവേഴ്സ് E2 ഇൻവേഴ്സ് എക്സെട്ര അപ് ടു EK ഇൻവേഴ്സ് എന്ന് എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇപ്പോൾ EKയും EK ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ലാസ്റ്റ് വരെ എന്ത് പോകും, E2 ഇൻവേഴ്സും E2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇതൊക്കെ എന്താ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയി മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, A ഈസ് ഈക്വൽ ടു IN ഇൻറ്റു E1 ഇൻവേഴ്സ് E2 ഇൻവേഴ്സ് എക്സെട്ര EK ഇൻവേഴ്സും എഴുതാം. എന്താണ് പ്രോഡക്റ്റ് ഓഫ് എന്താണ് എലമെൻ്ററി മാട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് ഇനി D ഇംപ്ലൈസ് A വേണമെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എന്താണ് A ഈസ് ഈക്വൽ ടു എന്താ പ്രോഡക്റ്റ് ഓഫ് എന്താണ് എലമെൻ്ററി മാട്രിക്സസ്. അപ്പോൾ E1 അപ് ടു EK നമുക്ക് കൊടുക്കാം. എന്ത് ചെയ്യണം, എയുടെ ഇൻവേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് നമ്മൾ എടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുക, ഇവരുടെ ഈ അതായത് റിവേഴ്സ് ഓർഡറിലുള്ള എന്താണ്
ഇവരുടെ ഇൻവേഴ്സ്, അതായത് ഇവരുടെ ഇൻവേഴ്സ് മാട്രിക്സസ് ആണ് നമുക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഇൻവേഴ്സ് ഓപ്പറേഷൻസ്, അതായത് ഈ എലമെൻ്ററി ഓപ്പറേഷൻസിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടുന്നത്. നമ്മളങ്ങനെ തന്നെ എഴുതണം. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ K(1)(i) എന്ന് കിട്ടും. അപ്പോൾ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ എന്താണ്, ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അപ്പോൾ ആ ഒരു എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഓട്ടോണമസ് കോളേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും വേണ്ട, പാവുന്ന എന്താണ് ഒരു പ്രീവിയസ് ഇയർ, അതായത് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലല്ലോ. അതുകൊണ്ട് എന്താണ് പരമാവധി ഏപ്രിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്